ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറും എൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഇത് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി കവി ശ്രീകുമാരൻ തമ്പിയോട് എഴുതാൻ ആവശ്യപ്പെട്ട കേരള ഗാനത്തിന്റെ വരികളാണ്. അതും ആദ്യം വയ്യെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അബൂബക്കർ നിർബന്ധിച്ചു. അബൂബക്കർ ചോദിച്ചു, താങ്കളല്ല മറ്റാരെന്നാ ചോദിച്ചത്. എൻ്റെ കയ്യിൽ കിടപ്പുണ്ടാകും മെസ്സേജ്. പല്ലവി മാറ്റിയാൽ നന്നായെന്ന് അഭിപ്രായം വന്നു, മാറ്റി നൽകി. പിന്നീട് ആ ഗാനത്തെക്കുറിച്ച് ഒരു മറുപടിയും അക്കാദമിയിൽ നിന്ന് ലഭിച്ചില്ല. ശേഷം മറ്റൊരാളെ വെച്ച് ഗാനം ചെയ്തു. ഞാൻ എന്തെഴുതിയാലും ക്ലിഷേ എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. പക്ഷെ ജനങ്ങളങ്ങനെ പറയുന്നില്ലല്ലോ. സച്ചിദാനന്ദൻ പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. സച്ചിദാനന്ദന് പാട്ടുകൾ വലിയ ആഗ്രഹം. കാരണം ഉമ്പായിയുടെ പുറകെ നടന്നിട്ട് ഒരു പാട്ട് എഴുതിയിട്ട് ഉമ്പായി കൊണ്ട് പാടിച്ച് അങ്ങനെ ആസ്വദിച്ച ആളാണ്. തന്നെ അപമാനിച്ചതിന് പിന്നിൽ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദനെന്നും ശ്രീകുമാരൻ തമ്പി. അയാള് ഒരു ശരിക്കും തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, ധീരനാണെങ്കിൽ, ആണത്തമുള്ളവനാണെങ്കിൽ, എനിക്ക് മെസ്സേജ് അയച്ച കുറ്റത്തിൽ ഇങ്ങനെ താങ്കൾക്ക് എഴുതാൻ കഴിയുമെന്നല്ല പറയേണ്ടത്. താങ്കളുടെ വരികളൊക്കെ ക്ലിഷയാണ്, അതുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് പറയണം. വിവാദമായതോടെ വിശദീകരണവുമായി സാഹിത്യ അക്കാദമി രംഗത്തെത്തി. ഫൈനലായിട്ട് റിജക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. അങ്ങനെ റിജക്ട് ചെയ്തിട്ടില്ല. ഫൈനലായിട്ടുള്ള റിജക്ഷൻ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. നിലവിൽ ഒരു പാട്ടും സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇതിലൊരു മെമ്പർ സെക്രട്ടറി മാത്രമാണ്. ഇപ്പോൾ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണൻ എഴുതിയ വരികളാണ്. എന്നാൽ ശ്രീകുമാരൻ തമ്പിക്ക് പിന്തുണ നൽകുകയാണ് BK ഹരിനാരായണൻ. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏത് വരികളെക്കാളും എത്രയോ താഴെയാണ് ഞാൻ എഴുതിയ ഏറ്റവും നല്ല വരി പോലും എന്നുള്ളതാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, തൃശൂർ.